മക്കളെ, ജെറൂസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ വന്നുകൊണ്ടിരിക്കുന്ന വചനദാഹികളായി നിങ്ങളെ ഞാൻ വ്യക്തിപരമായി കാണുകയാണ്. നിങ്ങളുടെ ത്യാഗം, ഈ പ്രാർത്ഥന ശ്രവിക്കാനായിട്ടുള്ള ആഗ്രഹം, ഇതിലൂടെ അനേകം അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിവിധ നിയോഗങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് ഈ വചനത്തെ ശ്രവിക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതം ദൈവകരങ്ങൾക്ക് വിട്ടുകൊടുക്കാം. ഈശോ സംസാരിക്കുന്ന പോലെ കേൾക്കണം ഈ വചനം. ദൈവാലയ ശുശ്രൂഷ നടത്തുന്നവരുണ്ട്, സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, അനാഥാലയങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്, മാനസിക ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അംഗവൈകല്യമുള്ളവരുടെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ജയിലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ കർത്താവിന് എന്തൊരിഷ്ടമാണെന്നോ. ഇതാ വചനം തരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 20-ാം വാക്യം. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവർ സ്വീകാര്യരാണ്. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. നീ ഒരു കുടുംബനാഥനോ കുടുംബിനിയോ പ്രേക്ഷിതനോ ശുശ്രൂഷകനോ വൈദികനോ സിസ്റ്ററോ ആരുമായിക്കൊള്ളട്ടെ, കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവർ കർത്തൃസന്നിധിയിൽ സ്വീകാര്യനാണ്. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് അവരുടെ പ്രാർത്ഥന. സ്വർഗത്തിൽ ഇപ്രകാരമുള്ളവരുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. ചെറിയതായാലും വലിയ കാര്യമായാലും ദൈവകാര്യം യേശുവിനെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ നാം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് സ്വർഗത്തിൽ എത്തിച്ചേരും. അവർ ദൈവത്തെ ഭയപ്പെടുകയും ദൈവകരുണയിൽ ആശ്രയിക്കുന്നവരുമായിരിക്കും. വിശ്വസ്തതയിലും വിനയത്തിലും വ്യാപരിക്കുന്നവരാണ്. അവരാണ് കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നത്. അവരുടെ പ്രാർത്ഥനയാണ് പെട്ടെന്ന് സ്വർഗം കേൾക്കുന്നത്. സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശുശ്രൂഷ വ്യാപൃതമായിരിക്കുന്നവരെ ഇതാ സ്വർഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അനേകം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓരോ ഹൃദയത്തിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും, ഓരോ സമൂഹത്തിൽ നിന്നും ഉയരട്ടെ. ഇതാ യേശു നിന്നെ നോക്കി നിൽക്കുന്നത് കാണുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.